أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقين صدق الله مولانا العظيم الرجل على دين خليله فلينظر أحدكم من يخالل صدق رسول الله. പ്രിയമുള്ളവരെ, ഏതൊരാളുടെയും തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ തിരിച്ചറിയാനുള്ള 4 മാർഗങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ മാർഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്റെ തെറ്റുകുറ്റങ്ങൾ എനിക്കറിയാൻ സാധിക്കുന്ന വഴി, നിങ്ങളുടെ ഓരോരുത്തരുടെയും മതപരമായ ആത്മീയമായ കുറവുകൾ, കുറ്റങ്ങൾ, ന്യൂനതകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന 4 മാർഗങ്ങളിൽ രണ്ടാമത്തെ മാർഗമാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു വച്ചത്. അതെന്താണ്? അയ്യത്തുലുബ സ്വദീഖൻ സ്വദൂഖൻ മുതദയ്യിന. ദീൻ പറഞ്ഞു തരുന്നു, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ദീനീബോധമുള്ള ഒരാളെ, ഒരു വ്യക്തിയെ അന്വേഷിച്ച് കണ്ടെത്തി ആ ആളുമായി കൂട്ടുകൂടി ആ ആള് പറഞ്ഞറിയുന്ന വിധത്തിൽ, ആ ആളോട് ചോദിച്ചറിയുന്ന വിധത്തിൽ ഓരോരുത്തരും അവനവന്റെ കുറവുകൾ മനസ്സിലാക്കലാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു കൂട്ട്, നല്ല ഒരു സൗഹൃദം, നല്ല ഒരു സ്നേഹിതൻ ഈ ലോകത്തും പരലോകത്തും വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ തർക്കമില്ല. എനിക്കും നിങ്ങൾക്കും നല്ല ഒരു സുഹൃത്തിനെ കിട്ടിയാൽ ആ സുഹൃത്ത് ഇരു ലോകത്തേക്കും വേണ്ട മുതൽക്കൂട്ടാണ് എന്നതൊരു പരമാർത്ഥമാണ്. നേരെ മറിച്ച് മോശപ്പെട്ട കൂട്ടാണെങ്കിൽ, തെറ്റായ റൂട്ടിലൂടെ ഓടുന്ന ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ, സൗഹൃദമാണെങ്കിൽ, ഇരു ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും അത് ദുരന്തമായിരിക്കും എന്നതും തീർച്ചയാണ്. ഈ പാഠം പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഹ്റുഫിന്റെ 67-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വരച്ച് കാട്ടി പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? നല്ല ഒരു കൂട്ട് നിങ്ങൾക്കെവിടെയും ഗുണമാണ്, മോശം കൂട്ട് എവിടെയും നിങ്ങൾക്ക് നാശമാണ്. അൽ-അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. അൽ-അഖില്ലാഉ യൗമഇദിൻ, നാളെ പരലോകത്ത് ഈ ലോകത്ത് തെറ്റായ നിലക്കുള്ള സൗഹൃദങ്ങളിലുണ്ടായ കൂട്ടുകാർ, പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്നും വ്യതിചലിച്ചുപോയ, ഔട്ടായിപ്പോയ സ്നേഹിതന്മാർ, അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്ത നിലക്കുള്ള കൂട്ടുകൾ, ഫ്രണ്ട്ഷിപ്പുകൾ, യൗമഇദിൻ അന്ന് ബഅ്ളുഹും ലിബഅ്ളിൻ അദൂ, അന്യോന്യം ഈ മിത്രങ്ങളൊക്കെയും അവിടെ ശത്രുക്കളായി മാറും. റോങ്ങായ റൂട്ടിലൂടെ ഓടുന്ന ഫ്രണ്ട്സ്, സ്നേഹിതന്മാർ, കൂട്ടുകാർ
അവരൊക്കെ ഇവിടെ മിത്രങ്ങളായി കളിച്ച് ചിരിച്ച് ജീവിച്ചിരുന്നു എങ്കിലും പരലോകത്തവർ കടിച്ചു കീറുന്ന ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, ഭക്തരായ കൂട്ടുകാർ ഒഴികെ. ഭക്തരായ കൂട്ടുകാർ, അല്ലെങ്കിൽ ഒരുത്തൻ നല്ല ഭക്തനാണ്, മറ്റേയാൾ ഹാഫ് ഭക്തനാണ്. ഈ ഫുൾ ഭക്തനോട് കൂട്ടുകൂടിയാൽ അത് നഷ്ടാവൂല. അത് ഇവിടെയും ഉപകരിക്കും, പരലോകത്തും ഉപകരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അലിയുബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു തങ്ങള്, അലിയാര് തങ്ങള് പറഞ്ഞ ഒരു ഹദീസ് തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഈ ആയത്ത് വിശദീകരിച്ച് ഒരു ഹദീസ് അലിയാര് തങ്ങൾ പറഞ്ഞു തരാണ്. എന്താണത്? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഖലീലാനി മുഅ്മിനാനി വഖലീലാനി കാഫിറാനി, രണ്ട് സത്യവിശ്വാസികളായ മിത്രങ്ങൾ, കൂട്ടുകാർ, രണ്ട് സത്യനിഷേധികളായ ചങ്ങാതിമാരും. രണ്ട് മുഅ്മിനീങ്ങൾ, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒത്തൊരുമിച്ച രണ്ട് മുഅ്മിനീങ്ങളായ ഫ്രണ്ടുകൾ. ഇപ്പുറത്ത് രണ്ട് നിഷേധികളായ കൂട്ടുകാർ. ഇവർ ജീവിച്ചു ഈ ലോകത്ത്. അങ്ങനെ മുഅ്മിനുകളായ രണ്ട് കൂട്ടുകാർക്കിടയിൽ നിന്ന് ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മരിച്ചു ചെല്ലുകയാണ്. രണ്ട് മുഅ്മിനീങ്ങളായ സ്നേഹിതന്മാരിൽ നിന്ന് ഒരാൾ, അദ്ദേഹത്തിന്റെ സമയമാദ്യമായി അദ്ദേഹം അള്ളാഹുവിലേക്ക് മരിച്ചു ചെല്ലുകയാണ്. പടച്ച തമ്പുരാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫബുശ്ശിറ ബിൽ ജന്നത്തി, ഈ മുഅ്മിനായ കൂട്ടുകാരന്റെ മുമ്പാകെ അള്ളാഹു സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മോനെ, നിനക്ക് സ്വർഗമുണ്ട്, കണ്ടോ, ആ പറുദീസ നിന്റെ പാർപ്പിടമാണ് എന്ന സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട സമയത്ത് ഫദകറ ഖലീലഹു, ശരി പഠിച്ചവനെ, എനിക്ക് സ്വർഗമുണ്ടോ, ഓക്കെ, ഞാൻ പൊക്കോളാറിന് പോവല്ലേ ചെയ്തത്. ആ സ്ഥലത്ത് വെച്ച് ദുനിയാവിൽ ബാക്കിയായി കിടക്കുന്ന തന്റെ സ്നേഹിതനെ ഈ മുഅ്മിൻ ഓർക്കുകയും വഖാല, അള്ളാഹുവിനോടായി അദ്ദേഹം പറയുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്ന ഫുലാനൻ കാന ഖലീലി വകാന യഅ്മുറു ബിത്വാഅതിക വത്വാഅതി റസൂലിക യാ റബ്ബി. എന്താണ് അയാൾ പറയുന്നത്? പഠിച്ചോനെ, നാട്ടിലുണ്ടൊരു ബഷീർ, നാട്ടിലുണ്ടൊരു റഷീദ്, നാട്ടിലുണ്ടൊരു മുഹമ്മദ്, എന്റെ ആത്മമിത്രമാണ് അദ്ദേഹം. പടച്ചവനെ, വകാന യഅ്മുറുനീ ബിത്വാഅതിക, ഞങ്ങൾ ഒരുമിച്ചുകൂടിയുള്ള ഈ ജീവിതത്തിൽ നിന്നെ അനുസരിക്കാൻ പ്രചോദനം നൽകിയവൻ. വത്വാഅതി റസൂലിക, നിന്റെ റസൂലിനെ, തിരുദൂതനെ അനുസരിക്കണമെന്ന് നിരന്തരം എന്നെ ഉണർത്തിയ സഹോദരൻ. നന്മകളിലേക്കൊക്കെ എന്നെ വിളിച്ചുകൊണ്ടുപോയ സഹോദരൻ, തിന്മകളിൽ നിന്നെന്നെ തടഞ്ഞു വെച്ച സുഹൃത്ത്, നിന്നെ കണ്ടുമുട്ടുന്ന ഈ ഒരു ദിവസത്തെക്കുറിച്ച് നിരന്തരം എന്നെ ഓർമ്മപ്പെടുത്തിയ മനുഷ്യൻ. പടച്ചവനെ, എന്നോട് നീ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഈ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ആ കൂട്ടുകാരനും നീ നൽകിയേക്കണമല്ല. കാരണം ഈ സന്തോഷത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിന് ഉത്തേജനമായ, അതിന് പ്രേരണ നൽകിയ എന്റെ സഹോദരനെ എനിക്കിപ്പോൾ മറക്കാൻ പറ്റില്ല അല്ലാ. അതുകൊണ്ട് അവനെയും എന്നെ നീ സന്തോഷിച്ചതുപോലെ സന്തോഷിപ്പിക്കണം. എനിക്ക് ഈ സ്വർഗം കിട്ടിയതിന്റെ പിന്നിൽ ഉള്ള ശക്തി, പ്രേരണ, അതിനുള്ള ഉത്തേജനം എന്റെ ആത്മമിത്രമായ നാട്ടിൽ ബാക്കിയായി കിടക്കുന്ന സഹോദരനാണല്ലാ. അതുകൊണ്ട് ഈ സന്തോഷം അവനും കൊടുക്കണം. അല്ലാഹു പറയും, നീ നടന്നോ, അൽഹംദുലില്ലാ, നീ നടന്നോ, നീ നിനക്ക് വിധിക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോക്കോ, നീ നിരാശപ്പെടണ്ട. നിന്റെ കൂട്ടുകാരൻ എന്റെ മുന്നിൽ വരുമ്പോൾ, ഞാൻ അവന് വാരിക്കോരി കൊടുക്കുന്നത് കാണുമ്പോൾ നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, നിനക്ക് ചിരിക്കാൻ അവസരം അവിടെയുണ്ടാകും. പേടിക്കണ്ട, പൊക്കോളൂ, പറഞ്ഞേക്കും. അങ്ങനെ
ബാക്കിയായ മുഅ്മിൻ അവന്റെ സമയമെത്തുമ്പോൾ മരിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോ ഫബുശ്ശിറ ബിൽ ജന്ന, നേരത്തെ വന്ന സഹോദരനെ പോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും ആദ്യം മരിച്ചു വന്ന സ്നേഹിതനെയും പിന്നെ ഇപ്പോൾ കടന്നു വന്ന മരിച്ചു വന്ന വ്യക്തിയെയും ചേർത്ത് കൂട്ടിക്കൊടുക്കും അല്ലാഹു. രണ്ടുപേരും അവിടെ സംഗമിക്കുമ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം മുഖത്ത് നോക്കി പറയുന്ന വാക്ക് ഈ ഹദീസിൽ കാണാം, നിഅമൽ ലഹു വനിഅമസ് സാഹിബു വനിഅമൽ ഖലീൽ. എത്ര നല്ല സഹോദരനാണു നീ, എത്ര നല്ല സ്നേഹിതനാണു നീ, എത്ര നല്ല മിത്രമാണു നീ എന്ന് പരസ്പരം പറയുന്ന രംഗം അലിയാര് തങ്ങൾ ഈ ഹദീസ് വിശദീകരിക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തുള്ള കാഫിറുകളിൽ നിന്ന് ഒരാൾ മരിച്ചു ചെല്ലുമ്പോ അള്ളാഹു നരകം കാണിച്ചു കൊടുക്കും. ഇതാണ് നിന്റെ സങ്കേതം. അയാൾ പറയും, പടച്ചോനെ, എന്നെ ഈ വഴിക്കാക്കിയ ഒരുത്തനുണ്ട് നാട്ടില്, എല്ലാ നന്മകളിൽ നിന്നും തടഞ്ഞുവെച്ച സർവ്വ തിന്മകളിലേക്കും എന്നെ കൈപിടിച്ച് നടത്തിയ, നിന്നെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നെന്നെ വഴിതെറ്റിച്ച് വിട്ട, നിന്നെ കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെ മറപ്പിക്കാൻ വേണ്ട എല്ലാ വേലകളും ഒപ്പിച്ച ഒരു ചങ്ങാതിയുണ്ട് നാട്ടിൽ. ഈ ദുരന്തം അവനെ കാണിക്കാതെ ഇരിക്കരുത് തമ്പുരാനെ. നീ നിനക്ക് വിധിക്കപ്പെട്ട നരകത്തിലേക്ക് പോക്കോ, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. രണ്ടാമതാ കാഫിറായ നിഷേധിയായ സ്നേഹിതം വരുമ്പോ രണ്ടുപേരെയും ചേർത്തു കൊടുക്കും. അവർ അവിടെ വെച്ച് ബദ്ധവൈരികളായി, കഠിന ശത്രുക്കളായി പരസ്പരം ആക്ഷേപിക്കുന്ന, ആ ശത്രുത പ്രകടിപ്പിക്കുന്ന രംഗവും അലിയാര് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതാണ് ഖുർആൻ പറഞ്ഞത്, അൽ അഖില്ലഉ യൗമഇദിൻ ബഅദുഹും ലിബഅലിൻ അദുവ് എന്ന ഖുർആനിക ആയത്ത്. പ്രിയപ്പെട്ടവരെ, കൂട്ട് അത് വലിയ വിഷയ. റസൂലുള്ള പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾക്കാരോടാണോ കൂട്ട് ആ റൂട്ടിലാണ് അയാൾ ഉണ്ടാവുക. ഞാൻ നല്ലവനാണ്, ഞാൻ കറക്റ്റാണ്, അവനെന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് വേറൊന്നും നിങ്ങൾ അവനെപ്പോലെ നിങ്ങൾ എന്നെ കണക്കാക്കണ്ട. ചിലർ പറയലുണ്ടല്ലോ, ഞാൻ എന്റെ സ്നേഹിതന്മാരെ കൂടെ ബാറിലും പോവാറുണ്ട്, ഞാൻ ഒഴിച്ചും കൊടുക്കാറുണ്ട്, ഞാൻ ആ അച്ചാറൊക്കെ ഒന്ന് തൊട്ട് വായിൽ വെക്കുന്നല്ലാതെ കൊടച്ചോരാണ് സത്യം ഞാൻ തൊടാറില്ല. കാര്യമില്ല കൂട്ടരെ, കാര്യമില്ല. അൽ അർറജുലു അലാ ദീനി ഖലീലിഹി, അതിന് നീ മാനസികമായി സപ്പോർട്ട് ചെയ്തപ്പോ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ മേഖലയിൽ ശപിക്കപ്പെട്ട 8 കൂട്ടരിൽ ഒരാൾ നീയായി മാറുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരാൾ തന്റെ കൂട്ടുകാരൻ ആരോ ആ റൂട്ടിലാണ് ഉണ്ടായിരിക്കുക എന്ന്. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു, ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുന്നതെന്ന് ഓരോരുത്തരും ഗൗരവത്തോടെ ആലോചിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ആഴ്ച പത്രങ്ങളുടെ കോളങ്ങളിൽ നിറഞ്ഞു നിന്നത് ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഫോട്ടോ. എങ്ങനെ? അവർ പടമായ ചരമകോളത്തിലെ ഫോട്ടോ അല്ല ഞാൻ പറയുന്നത്. ഓൺലൈന് തട്ടിപ്പ് നടത്തിയ മുസ്ലിം ചെറുപ്പക്കാർ. കഴിഞ്ഞയാഴ്ച വന്ന പത്ര റിപ്പോർട്ട് വന്നപ്പോ ആ ഫോട്ടോക്ക് താഴെയുള്ള പേരുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 100% മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മക്കള്, ചെറുപ്പക്കാരായ കുട്ടികള് ഓൺലൈനിൽ തട്ടിപ്പ് നടത്തിയിട്ട് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ചെറുപ്പക്കാരായ പയ്യന്മാരും ഈ തട്ടിപ്പ് നടത്തിയ വലയിൽ കൂട്ടത്തിലുണ്ട് എന്നതാണ് ദുഃഖസത്യം. എങ്ങനെയത് വന്നത്? കൂട്ടുമോശായി. കൂട്ടുമോശായത് വേറൊന്നുമല്ല, നല്ല തറവാടിത്തള്ള മക്കള്, നല്ല ബാപ്പാന്റെ ഉമ്മാന്റെ മക്കള് എന്താ ചെയ്തത്? കാര്യമായിട്ടൊരു കുറ്റം ചെയ്തിട്ടില്ല. 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, ഒരു 25 വയസ്സിന്റെ താഴെയൊക്കെ പ്രായം, ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയം. അപ്പോൾ കള്ളപ്പണത്തിന്റെ ഒരാൾ പറഞ്ഞു, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാല് ആ അക്കൗണ്ടിലൂടെ ഞാൻ എന്റെ ഇടപാട് നടത്തും, നിനക്കൊരു മാസം ഒരു തുക തന്നേക്കാം. 50,000ന്റെ ഇടപാട് നടക്കുമ്പോ 5,000 തന്നേക്കാം. എന്നിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണവും ഇടപാട് നടത്തിയതൊക്കെ കള്ളപ്പണം. 300 കോടിയുടെ കള്ളപ്പണം ഒരു അക്കൗണ്ടിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് പിടിക്കപ്പെട്ടവനും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പത്ര റിപ്പോർട്ട്. 300 കോടി. നമ്മളെ കുട്ടികൾ കാട്ടുന്ന വികൃതി, പണ്ടൊക്കെ വികൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ
നമുക്കത് മനസ്സിലാവും. ഇന്നത്തെ വികൃതി എന്തൊക്കെയാണെന്നറിയാം നിങ്ങൾക്ക്? ഒരു മൊബൈൽ ഷോപ്പിൽ ചെല്ലുന്നു, 1,00,000 രൂപ വിലയുള്ള ഐഫോണ് അടവിന് മേടിക്കുന്നു. 1,00,000 രൂപ വിലയുള്ള, അതിന് സുന്ദരം ഫിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് ഉണ്ട്, ഒരുപാട് ഫിനാൻസുകളുണ്ട്. അടവിന് മൊബൈൽ കിട്ടും. 1,00,000 രൂപയുടെ മൊബൈല് അടവിനെടുക്കുന്നു, ആദ്യത്തെ ഗഡു അടക്കുന്നു. എന്നിട്ട് ആ 1,00,000 രൂപയുടെ മൊബൈല് ഇപ്പുറത്തെ കടയിൽ കൊണ്ടുവന്ന് 75,000-നോ 50,000-നോ വിൽക്കുന്നു. എന്നിട്ട് 50,000 പുട്ടടിക്കുന്നു. 1,00,000 അടവ് അത് കൊടുക്കൂല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാപ്പ നോക്കിക്കോളും, കൊച്ചാപ്പ നോക്കിക്കോളും, ഇല്ലെങ്കിൽ മാമ നോക്കിക്കോളും. ഇതാണ്. ആലോചിച്ചു നോക്കൂ എന്താ അതിന്റെ ഗതികേടെന്ന്. 1,00,000 രൂപ ഇത് എടുക്കുന്ന മൊബൈൽ കടക്കാരില്ലേ, അവര് കള്ളന് കഞ്ഞി വെക്കുന്ന ദുഷ്ടന്മാരാ. ചെറുപ്പക്കാര് കൊണ്ടുവരുമ്പോ ബോക്സ് അഴിച്ചിട്ടില്ല, ദേ വാറന്റി പേപ്പർ ക്ലിയർ ആണ്, അത് മേടിക്കുക വില കുറച്ചിട്ട്. എന്നിട്ട് 1,00,000 രൂപയുടേത് 80,000-ന് വിൽക്കുക. കിട്ടിയോന് ലാഭം, വിറ്റോന് ലാഭം, അടക്കി ലാഭം. പക്ഷെ ഇവിടെ ഒരു കുടുംബം കുളം തോണ്ടുന്നുണ്ട്, കുത്തുവാളെടുക്കാൻ പോകുന്നുണ്ട്. അറിയായിട്ടാ? ഇതൊക്കെ കൂട്ടിലൂടെ വരുന്ന പ്രശ്ന. എല്ലാ തോന്നിയാസവും. അപ്പൊ അതേ MDMയുമായി ഇപ്പൊ പിടിക്കപ്പെട്ടു ഈ ആഴ്ചയിൽ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? എന്താണ്? കൂട്ട്. ഇതാണ് പ്രശ്നം. അതിലൊരു പയ്യനെ ഞാനറിയും, എന്റെ റൂമിൽ വന്നതാണ്, നെഞ്ചു പൊട്ടി കരഞ്ഞതാണ് ആ പയ്യൻ. ഉസ്താദേ, എന്റെ കൂട്ട് മോശമായി, എന്റെ റൂട്ട് തെറ്റായ റൂട്ടാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കരഞ്ഞ ഒരു പയ്യൻ. ആ പത്രവാർത്താ റിപ്പോർട്ടിൽ ഒരു മുഖം ആ പയ്യന്റെ മുഖാണ്. ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി. അവൻ തന്നെ അറിയാം എന്റെ കൂട്ടുകൊണ്ടാണ് ഞാൻ തെറ്റിപ്പോകുന്നത്, പക്ഷെ ഇത് മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ രക്ഷിതാവും ഉണർന്ന് ചിന്തിച്ചോ, നാളെ നമ്മുടെ വീട്ടിൽ ഈ ഗതികേട് വരാതിരിക്കാൻ മുത്ത് റസൂലുള്ള പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി. ആരുമായിട്ടാണോ കൂട്ട്, ആ റൂട്ടിൽ ഉണ്ടാകുക. അവൻ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളൊരു ടൈം പാസിനുള്ള ബന്ധാന്ന് പറഞ്ഞിട്ട് ഒഴിവാകാൻ പറ്റൂല. ആ പ്രേതവിടെ കേറും, ആ പിശാച് ഇപ്പുറത്തേക്ക് വരും, തീർച്ച. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും, ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, ആരുമായിട്ടാണ് എന്റെ ബന്ധം, എന്റെ മക്കൾ ആരുമായിട്ടാണ് കൂട്ട് എന്ന് ഉണർന്ന് ചിന്തിക്കട്ടെ. റോങ്ങാണോ ഇപ്പൊ തന്നെ വല്ല മുളയിലേ നുള്ളിക്കോ. എന്റെ പുള്ള കുഴപ്പമില്ലാന്നാ വാപ്പ പറയണേ, ഉമ്മച്ചും പറയണതാ, എന്റെ മോൻ കുഴപ്പമുണ്ടാവില്ല, എന്റെ മോള് കുഴപ്പമുണ്ടാവില്ല. ആ ശുഭാപ്തി വിശ്വാസം ഒരു ദുരന്തത്തിലേക്കാണ് വഴിവെക്കുക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് ദീൻ പറയുന്നു, നിങ്ങൾ കൂട്ട് വേണം. നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കൂട്ട്, നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു കൂട്ട്, അത് വേണം. അത്തരം കൂട്ടുകാരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. നമ്മുടെ സൗഹൃദ വലയത്തിൽ നമുക്ക് പല ബന്ധുവില്ലേ, പല കൂട്ടുകാരുമില്ലേ, പല റേഞ്ചിലുള്ള, പല സന്ദർഭങ്ങളിലുള്ള, പല സാമൂഹ്യ ജീവികളായ നമുക്ക് ബന്ധങ്ങളില്ലാതിരിക്കില്ലല്ലോ, അല്ലേ? പല കൂട്ടുണ്ട്. ഈ കൂട്ടുകളെല്ലാം പരിശോധിച്ചാൽ രണ്ടിലൊരു തരമായിരിക്കും. ഒരു തരം കൂട്ടുകാര് എന്തപാകത കണ്ടാലും മിണ്ടൂല, എന്തു കുറവുകൾ കണ്ടാലും ഉണർത്തൂല. എന്തുകൊണ്ടാ ഉണർത്താത്തത്? ഞാൻ പറഞ്ഞ ഇഷ്ടായില്ലെങ്കിലോ? ഇപ്പൊ നിങ്ങളെ മുസ്ലിയാരാണ് ഞാൻ, എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ നിങ്ങൾ എന്താ വേണ്ടത്? എന്നോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? ചായക്കടയിൽ ഇരുന്നിട്ട് മൊയ്ലിയർ അങ്ങനെയെന്ന് പറയലല്ല, അതല്ല വേണ്ടത്. റൂമിൽ വരിക, ഉസ്താദേ ഇത് ശരിയാണോ? ആ പറഞ്ഞത് നേരാണെങ്കിൽ ഞാൻ ജസാക്കല്ല, അല്ല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അറിഞ്ഞ് ഞാൻ ഇറക്കി വിടും. അതുകൊണ്ട് കുറവുകൾ ഉണർത്തുന്ന ഒരു സ്നേഹിതൻ ഓരോരുത്തർക്കും അനിവാര്യമാണ്. നമ്മുടെ കൂട്ടിൽ ഒരു വിഭാഗം ഇത് പറയൂല, പറയാത്ത എന്തുകൊണ്ടാണ്? ഇഷ്ടാവൂല എന്ന് പേടിച്ചിട്ട്, വേറൊന്നുമല്ല. വേറൊരു വിഭാഗം കണ്ടത് ആത്മാർത്ഥമായി ഉണർത്തിത്തരുന്ന കൂട്ടുകാർ. നമുക്കിഷ്ടം സത്യത്തിൽ ഇതിലേതാ? ആദ്യം പറഞ്ഞ ടീമാ, പറയാത്ത ആൾക്കാരെ. എന്റെ കുറ്റം എന്നോട് ആരും പറയാത്ത ഒരാളോട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതൊരു മനുഷ്യന്റെ നൈസർഗിക ഗുണമാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കുറ്റം നിങ്ങളോട് പറയാത്ത ഒരാൾ, ഒരു സ്നേഹിതൻ, അയാളോടായിരിക്കും നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇഷ്ടം ഉണ്ടാവുക. എന്നാൽ നമ്മളോട് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ആരാ? ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ആരാ? നമ്മുടെ വൈകൃതങ്ങളും ന്യൂനതകളും വൈകല്യങ്ങളും കൃത്യമായി
സ്വകാര്യമായി ആത്മാർത്ഥമായി നമുക്ക് ഉണർത്തി തരുന്നവനാരോ അതാണ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ. നേരെ മറിച്ച് നമ്മുടെ കുറവുകൾ മൂടിവെച്ച് മുഖസ്തുതി പാടി പിറകെ നടക്കുന്ന മിത്രങ്ങളില്ലേ, അവർ നമ്മളെ നശിപ്പിക്കുന്നവരാണ്. ഒന്നും മിണ്ടൂല, ഒരു കുഴപ്പവും പറഞ്ഞു തരൂല. എന്നിട്ട് നല്ലത് ഇങ്ങനെ പറഞ്ഞിട്ട് താങ്ങി തന്നിട്ട് പിന്നാലെ നടക്കുന്ന ഈ മിത്രങ്ങളില്ലേ, അവർ നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരാണ്. മഹാജ്ഞാനിയായ ദാവൂദ് ത്വാഇ റഹിമഹുല്ല, അദ്ദേഹം പല കൂട്ടുകാരായിട്ടും ബന്ധപ്പെട്ട് അവസാനം എല്ലാ കൂട്ടും വിട്ടിട്ട് ഒറ്റക്കായി. കല്യാണത്തിന് ഒറ്റയ്ക്ക്, ജുമയ്ക്ക് ഒറ്റയ്ക്ക്, യാത്രക്ക് തന്നെ, വീട്ടിലേക്ക് പോകുമ്പോ തന്നെ, അങ്ങാടിയിലേക്ക് പോകുമ്പോ തന്നെ, കച്ചവടം ചെയ്യുമ്പോ പങ്കുകാരില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക്. അന്നുള്ള വിശ്വാസികൾ മഹാനരായ ദാവൂദ് ത്വാഇ എന്നവരോട് ചോദിച്ചു, ഇസ്ലാം ഫ്രണ്ട്ഷിപ്പിന് വളരെ മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ. അൽ ഉഖൂവത്തു വൽ ഖുല്ലത്തു, ദീനിലുള്ള ഈ മിത്രങ്ങൾ, സഹോദരന്മാർ, സൗഹൃദങ്ങൾ, വലിയ പ്രാധാന്യം അതിന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ എല്ലാ കൂട്ടും ഒഴിവാക്കിയത്? മഹാൻ പറഞ്ഞതൊരു ഉത്തരാണ്. എനിക്ക് സ്നേഹിതന്മാരുണ്ടായിരുന്നു, അവരൊക്കെ എന്നെ ബഹുമാനിച്ച് വഷളാക്കിയിരുന്നു. അവരെന്നെ കാണുമ്പോൾ പ്രശംസിക്കും, എന്നെ വാനോളം പുകഴ്ത്തും, എന്നെ ബഹുമാനിക്കും. ഒരാള് പോലും എന്റെ കുറവുകൾ എനിക്ക് പറഞ്ഞു തന്നില്ല. അതുകൊണ്ടുതന്നെ അത്തരം ബന്ധങ്ങൾ എനിക്ക് നഷ്ടക്കച്ചവടമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന്. നോക്കൂ, നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഒരു ബന്ധുവിന്റെ, വേണ്ട അയൽക്കാരന്റെ, അല്ലെങ്കിൽ ഒരു സ്നേഹിതന്റെ വസ്ത്രത്തിൽ ഒരു തേളിരിക്കുന്നത് കണ്ടാൽ, ഒരു തേള്, അല്ലെങ്കിൽ അഴിച്ചിട്ട ഷൂവിനകത്ത് ഒരു പാമ്പ് കയറിയിരിക്കുന്നത് കണ്ടാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഷൂ എപ്പോഴും നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ട് വേണം രാത്രി അഴിച്ചിട്ട ഷൂ അണിയാൻ. പലപ്പോഴും അപകടം ഉണ്ടാകലുണ്ട്. വസ്ത്രത്തിൽ ഒരു തേളോ അഴിച്ചുവെച്ച ഷൂസിനകത്തൊരു പാമ്പോ കയറിയിരിക്കുന്നത് നമ്മൾ കണ്ടാൽ തീർച്ച, ഉറപ്പ് നമ്മൾ ഉണർത്തില്ലേ, ദാ അപകടമുണ്ട്, നിന്റെ വസ്ത്രത്തിന്റെ ബാക്കിൽ ഒരു തേളുണ്ട്, ആ ഷൂവിനകത്ത് പാമ്പുണ്ട്, സൂക്ഷിക്ക്, പറയില്ലേ? വെളിവുണ്ടെങ്കിൽ പറയില്ലേ? പറഞ്ഞിരിക്കും. എന്നാൽ ദുസ്വഭാവങ്ങൾ നാളെ പരലോകത്ത് പാമ്പും തേളുമായി വരാനുള്ളതാണെന്ന് ഉറപ്പുള്ള, ഈമാനുള്ള, വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസി എന്തുകൊണ്ട് മറ്റുള്ളവന്റെ ദീനീ വൈകൃതങ്ങൾ ഉണർത്തുന്നില്ല? ഈ ദുസ്വഭാവങ്ങൾ ഇവിടല്ല, പരലോകത്ത് പാമ്പും തേളുമായി വരാനുള്ളതാ. ഇവിടെ നമുക്ക് ഈ ആളോട് ഇഷ്ടമാണ്. ഏത്? ഷൂവിനകത്ത് പാമ്പുണ്ട് എന്ന് പറഞ്ഞെന്ന ആളോട് ഇഷ്ടമാണ്. പറയുന്നവൻ ആവേശം ഉണ്ടാകും, കേൾക്കുന്നവന് സന്തോഷാകും. എടാ, നീ അത് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പടമായേനെ, ഞാൻ മയ്യിത്തായേനെ, സന്തോഷം പറയലോ, അല്ലേ? എന്നാൽ രണ്ടാമത്തതോ, ദീനീയായ കുറവുകൾ ഉണർത്തുന്ന ഒരാള് ഉണർത്താൻ വന്നാലോ നമുക്ക് രസിക്കൂല. വാസ്തവത്തിൽ ഈ ഷൂവിനകത്ത് കയറിയിരിക്കുന്ന പാമ്പിന്റെ കേസ് പറഞ്ഞില്ലെങ്കിലും എന്തേ സംഭവിക്കുള്ളൂ? വിഷജന്തുവിന്റെ കടിയേറ്റ് മാക്സിമം മരിക്കും, അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ആഖിറത്തിലെ പാമ്പും തേളുമായി വരുന്ന ദുസ്വഭാവങ്ങൾ ഉണർത്താതിരുന്നാൽ ശാശ്വതമായ നരകം അതിലേക്കാണ് ചെന്ന് എത്തുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാനൊരു കുഴിയിലേക്ക് വീഴാൻ പോകുമ്പോ നിങ്ങൾ എന്നോട് ഉണർത്തൂലേ? എന്നാൽ നരകക്കുഴിയിലേക്ക് ഞാൻ വീഴാൻ പോകുമ്പോ നിങ്ങൾ എന്നെ ഉണർത്തൽ അതിനേക്കാൾ ഗൗരവത്തോടെ ഉണർത്തേണ്ടതല്ലേ? ഇതാണ് ദീനുൽ ഇസ്ലാം ചോദിക്കുന്ന ചോദ്യം. എന്നുവെച്ച് കുറ്റം കണ്ടെത്താനായിട്ട് നടക്കുന്ന, അത് പറഞ്ഞാൽ നടക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില ഈച്ച മനുഷ്യന്മാരുണ്ട്. വലാ തകുൻ കദുബാബിൻ ഫിൽ ജുറൂഹി വഖഅ, വൃണത്തിൽ ചെന്നിരിക്കുന്ന ഈച്ചയെപ്പോലെ നീ ആകല്ല മനുഷ്യ എന്നൊരു കവി പറഞ്ഞല്ലോ. ഈച്ച എപ്പോഴും മാലിന്യമുള്ളിടത്തായി ഇരിക്കുക. ഇതുപോലെ എവിടെയാണ് കുഴപ്പമെന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ഇയാളിൽ കുറേ കുഴപ്പമുണ്ടാവും, അത് അയാൾ കാണൂല. ഇങ്ങനത്തെ മനുഷ്യന്മാരെ അടുപ്പിക്കരുത്. അതാണ് ദീൻ പറഞ്ഞത്. രണ്ടാമത്തെ മാർഗമായി പറഞ്ഞത് അയ്യത്തുലുബ സ്വദീഖൻ സ്വദൂഖൻ മുതദയ്യിന, ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ സ്നേഹിതൻ. കുറ്റം ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിക്കുന്ന ആള് എന്നല്ല. ആത്മാർത്ഥത ഉള്ളവൻ എങ്ങനെ പറയാ? സ്വകാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉപദേശിക്കും. ഇതാ റസൂലുള്ളാഹി പറഞ്ഞത്, അൽ മുഅ്മിനു മിർആതു അഖീഹിൽ മുഅ്മിനി ഖാല റസൂലുള്ളാഹി. ഒരു യഥാർത്ഥ മുഅ്മിന്,
അവന്റെ സ്നേഹിതനായ മുഅ്മിനിന്റെ കണ്ണാടിയാണ്. നമ്മൾ ജുമഅക്ക് പോരുമ്പോൾ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് മുഖത്ത് വല്ല അശണ്ടി ഉണ്ടോയെന്ന് നമ്മൾ കണ്ണാടിയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇതുപോലൊരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് കണ്ണാടിയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന മലയാളത്തിലെ ചൊല്ല് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ, ഒരു സ്നേഹിതനെ കണ്ടെത്തി കൂടെ നിന്നാൽ ആ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കും. ഇതാണ് 2. ഇനി 3ാമത്തെ മാർഗം, ഞാൻ എന്റെ കുറ്റം കണ്ടെത്താൻ, നിങ്ങൾ നിങ്ങളുടെ കുറ്റം കണ്ടെത്താനുള്ള 3ാമത്തെ മാർഗം, നമ്മുടെ ശത്രുക്കളുടെ സംസാരം വീക്ഷിക്കുക. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ഞാൻ കാതോർക്കുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ ഉള്ള കുറ്റം ഉണ്ടാവും, ഇല്ലാത്ത കുറ്റം ഉണ്ടാവും. കാരണം ശത്രു പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുക, 2 ഐറ്റംസ് ഉണ്ടാവും. ഉള്ള കുറ്റമാണ് ശത്രു പറഞ്ഞതെന്ന് ബോധ്യമായാൽ അത് തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും അവിടെ തിരുത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. വാസ്തവത്തിൽ കൂടെ നടന്ന് മുഖസ്തുതി പറയുന്ന മിത്രത്തെക്കാൾ നല്ലത് കുറ്റങ്ങൾ വെളിപ്പെടുത്തുന്ന ശത്രുവിനെ കൊണ്ടാ ഉപകാരം. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ല പറഞ്ഞല്ലോ, വഅയ്നുർ റിളാഅൻ കുല്ലി അയ്ബിൻ കലീലത്തുൻ വലാകിന്ന അയ്നസ് സുഖ്തി തുബ്ദിൽ മസാവിയാ. തൃപ്തിയുടെ കണ്ണ് വൈകല്യങ്ങളെ മറച്ചു വെക്കും. എനിക്ക് നിങ്ങളോടൊരാളോട് തീർത്താ തീരാത്ത ഇഷ്ടാണെങ്കിൽ നിങ്ങളെ കുഴപ്പം എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അതങ്ങനെയാണ്. വലാകിന്ന അയ്നസ് സുഖ്തി, വെറുപ്പിന്റെ കണ്ണ് എനിക്കുണ്ടോ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളോട് എനിക്ക് വെറുപ്പുണ്ടോ, തുബ്ദിൽ മസാവിയ, അയാളെ എല്ലാ കുഴപ്പവും എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. കൂടെ നടന്ന് മുഖസ്തുതി പാടി ഉള്ള കുറ്റങ്ങളും കുറവുകളും ഉണർത്തിത്തരാതെ പിന്നാലെ സ്തുതി പാടി വരുന്ന മിത്രത്തെക്കാൾ തന്റെ കുറ്റങ്ങൾ വെളിപ്പെടുത്തുന്ന ശത്രുവിനെ കൊണ്ടാണ് നമുക്ക് നേട്ടം. ശ്രദ്ധിക്കണേ. കൂടെ നടന്ന് പ്രശംസിച്ച് നമ്മളെ വഷളാക്കി വാനോളം പുകഴ്ത്തി പിന്നാലെ വരുന്ന സ്നേഹിതനേക്കാൾ നമുക്ക് നേട്ടം ആരെക്കൊണ്ടാണ്? നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുന്ന നമ്മുടെ ശത്രുവിനെ കൊണ്ടാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു 4 ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ജാഗ്രത ഉണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ, അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിട്ടേക്കൂല. കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു ജാഗ്രത. 2ാമത്തേത് ക്ഷമ പരിശീലിക്കാനുള്ള ഒരു വഴി ശത്രുക്കൾ വഴി ഉണ്ടാവും. 3ാമത്തേത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഹസനാത്ത് ആഖിറത്തിൽ കൂടാനും വഴിയുണ്ടാവും. ആരെക്കൊണ്ട്? ശത്രുവിനെ കൊണ്ട്. ഇതൊന്നും പിന്നാലെ നടന്ന് മുഖസ്തുതി പാടുന്ന മിത്രത്തെ കൊണ്ട് കിട്ടാത്ത നേട്ടങ്ങളാണ്. അതുകൊണ്ട് 3ാമത്തെ കാര്യം എന്താണ്? ശത്രുക്കളിലൂടെ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് തമാശയിൽ കൂട്ടണ്ട, ഇതൊക്കെ വലിയ പ്രസക്തമായ പോയിന്റുകൾ തന്നെയാണ്. 4ാമത്തെ വഴി, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 4ാമത്തെ വഴി, പൊതുജനങ്ങളുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. ജനങ്ങള് കുറ്റകരമായ കാര്യങ്ങൾ വിലയിരുത്തുമല്ലോ, ചായക്കടയിലും ചന്തയിലൊക്കെ. പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുന്നിടത്ത് കാതോർത്തി നിൽക്കരുത് കേട്ടോ, അത് പരദൂഷണാണ്. ആ പരദൂഷണത്തിന് ചെവി കൊടുത്താലും കുറ്റാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ഇറച്ചി തിന്നുന്നിടത്ത് പോയിട്ട് വാ തുറന്ന് നിൽക്കരുത്, അതല്ല ഈ പറയുന്നത്. പൊതുവായി സമൂഹം വിലയിരുത്തുമല്ലോ തിന്മകളെ, മയക്കുമരുന്നിന്റെ വിഷയം, ഓൺലൈൻ തട്ടിപ്പിന്റെ വിഷയം എന്നിത്യാദി പ്രശ്നങ്ങള് അല്ലേ, സ്ത്രീ പീഡന കേസുകൾ, മോഷണങ്ങൾ, പലിശ, അങ്ങനെ തുടങ്ങി കുറ്റങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ സ്വയം ആലോചിക്കുക, ഇവരിപ്പോ ഈ കുറ്റമായി അവതരിപ്പിക്കുന്ന കാര്യം എന്നിലുണ്ടോ, അതിന് സമാനമായത് എന്നിലുണ്ടോ? ഒരു ആത്മവിചിന്തനം നടത്തുക. അതുപോലെ ഒരു കുറ്റവാളി പിടിക്കപ്പെട്ട വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ ആ ഹംക്ക് അതിലും പെട്ടുവല്ലേ എന്ന് വിധി എഴുതാതെ, പടച്ചോനെ ഈ കുറ്റം അല്ലെങ്കിൽ ഇതിന് സമാനമായ കുറ്റം എന്നിൽ നിന്ന് വന്നിട്ടുണ്ടോ? ആദ്യം അതാ നോക്കേണ്ടത്. മുഅ്മിൻ ആദ്യം അതാ നോക്കേണ്ടത്. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം എന്തൊരു സ്വഭാവമായിരുന്നു, സ്വഭാവ മഹിമയായിരുന്നു. ഇസ്രായേലിയരോട് കർക്കശമായ ഒരു നിയമം അവിടുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വ്യഭിചാരം ചെയ്തവനെ തന്നെ കല്ലെറിയേണ്ട ഗതി വന്നപ്പോ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞത്. അത്ര ഒരു സൂഫിസം പ്രവാചകന്മാരില്, ഒരു സൂഫിസം. അതാണ് ബൈബിൾ പുതിയ നിയമം. അതിനകത്ത് ഒരു നിയമമില്ല. ബൈബിൾ പുതിയ നിയമത്തിനകത്ത് സത്യത്തിൽ തത്വങ്ങളാണ്, ഹിക്മത്തുകളാണ്,
തസവൂഫാണ് പുതിയ നിയമത്തിൽ നിറഞ്ഞു കിടക്കുന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ മനോഹരമായ ഈ സ്വഭാവം, ഈ അച്ചടക്കം, ഈ അദബ് കണ്ടിട്ട് ഇസ്രായേലി മക്കൾ ചോദിച്ചു, യാ ഈസ ഇബ്ന മറിയം മൻ അദ്ദബക, ആരാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അച്ചടക്കം പഠിപ്പിച്ചത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്ര വലിയ മര്യാദ പഠിക്കാൻ കഴിഞ്ഞത്? ഫഖാല അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, മാ അദ്ദബനി അഹദുൻ, മാ അദ്ദബനി അഹദുൻ, ഒരു മനുഷ്യനും എന്നെ മര്യാദ പഠിപ്പിച്ചിട്ടില്ല, ഒരു ഗുരുനാഥനും അദബ് പഠിക്കാൻ എന്റെ മുന്നിൽ വന്നിട്ടില്ല. വലാകിൻ റഅയ്തു ജഹ്ലൽ ജാഹിലി ശൈനൻ ഫജ്തനബ്തുഹു, ഞാൻ സമൂഹത്തിലേക്ക് നോക്കി, പല വിഡ്ഢികളും വിഡ്ഢിവേഷം കെട്ടിയത് ഞാൻ കണ്ടു. ആ വിഡ്ഢിവേഷം നാണം കെട്ട പണിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സമൂഹത്തിൽ പല അരുതായ്മകളും ഞാൻ കണ്ടു, അത് അരുതായ്മകളാണ്, വഷളത്തരങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞപ്പോ ഫജ്തനബ്തുഹു, അത്തരം പണിയൊക്കെ ഞാൻ ഒഴിവാക്കി. എന്റെ കുറ്റം, എന്റെ കുറവ് എനിക്ക് കാണിച്ചു തന്നത് സമൂഹമാണ് എന്നാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മുടെ ശരീരത്തിന് വല്ല ഡാമേജും ഉണ്ടെങ്കിൽ, ഫിസിക്കലി വല്ല രോഗവും നമുക്കുണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് സ്കാനിങ്ങുകൾ, അല്ലെ? സ്കാൻ ചെയ്താൽ കണ്ടെത്തൂലേ? 4 തരം സ്കാനിങ്ങുകളാണ് മെഡിക്കൽ സയൻസിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് എക്സ്റേ, അതാണ് പ്രഥമവും പ്രധാനവുമായ ആദ്യപടിയായിട്ടുള്ള സ്കാനിങ് എക്സ്റേ ആണ്. പിന്നെ അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്. 4 വിധത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ, ആന്തരിക ഭാഗങ്ങളിലെ കുറവുകൾ കണ്ടെത്താൻ നമുക്ക് സംവിധാനമുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ സ്കാൻ ചെയ്ത് കണ്ടെത്താനുള്ള 4 സ്കാനിംഗ് മെഷീനുകളെ കുറിച്ചാണ് 2-3 ആഴ്ചകളിലൂടെ നമ്മൾ ഇവിടെ പറഞ്ഞത്. 4 സ്കാനിംഗ് മെഷീനുകൾ. ഏതാണത്? നമ്മുടെ മനോരോഗം, മനസ്സിനകത്തുള്ള രോഗങ്ങൾ, ഇത് കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്കാനറാണ് അള്ളാഹുവിന്റെ വലിമാർ, ആത്മജ്ഞാനികളായ ആളുകൾ അവരുടെ മുമ്പാകെ ചെന്ന് സ്കാൻ ചെയ്ത് പഠിക്കുക. നമ്പർ 2, സത്യസന്ധനായ ദീനുള്ള, നീതിബോധമുള്ള ഒരു സ്നേഹിതനിലൂടെ നമ്മുടെ കുഴപ്പങ്ങൾ കണ്ടെത്തുക. 3-ാമത്തേത് നമ്മുടെ ശത്രുക്കളിലൂടെ, അവരുടെ നമ്മെക്കുറിച്ചുള്ള സംസാരത്തിലൂടെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്തുക. 4, സമൂഹത്തെ വായിക്കുക, സമൂഹത്തിലെ തെമ്മാടികളെ വായിക്കുക, അവരിലൂടെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ മാരകമായ രോഗം 4th സ്റ്റേജിലെത്തുന്നതിന്റെ മുമ്പ് സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയ സലാമത്താകാം, അല്ലേ? ചികിത്സിച്ചാൽ രക്ഷപ്പെടാം, അല്ലേ? ലാസ്റ്റ് സ്റ്റേജിലെത്തിയാൽ പിന്നെ കൊണ്ടുപോയിട്ട് ഖബറിൽ ഇറക്കി വെക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ മരിക്കുന്നതിന്റെ മുമ്പ്, അത് 4th സ്റ്റേജ് ആവില്ല, മരിക്കുന്നത് വരെ 4th സ്റ്റേജ് ആവില്ല. മരിക്കുന്നതിന്റെ മുമ്പ് ഈ 4 മാർഗങ്ങളിലൂടെ എന്റെയും നിങ്ങളുടെയും മനോവൈകൃതങ്ങൾ ഈ 4 രൂപങ്ങളിലൂടെ പരിശോധിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ നടത്തണേ, പടച്ചവന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും മുമ്പ്. വസിനു അൻഫുസകും, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തൂക്കി കൃത്യപ്പെടുത്തണം, അളന്നു തൂക്കണം. നിങ്ങളുടെ നോക്ക്, നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചലനങ്ങൾ നിങ്ങൾ തൂക്കണേ, നിങ്ങൾ തൂക്കി കണക്ക് നോക്കണേ, എത്ര നന്മയുണ്ട് എത്ര തിന്മയുണ്ടെന്ന്. ഖബ്ല അൻ തൂസനു, ഇതൊക്കെ കൃത്യമായി കടുകിട തെറ്റാതെ അണുത്തൂക്കം വ്യത്യാസമില്ലാതെ തൂക്കപ്പെടുന്ന ഒരു നാൾ വന്നെത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ പണി ചെയ്യണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉണരുക. ഇതാണ് വെള്ളിയാഴ്ചയുടെ പ്രമേയം, തഖ്വ ആർജിക്കാനുള്ള മാർഗം. തഖ്വയ്ക്ക് വിഘാതമാകുന്ന, തടസ്സമാകുന്ന, അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന സർവ മനോരോഗങ്ങൾക്കും ചികിത്സ കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഒരു ബാക്കി ഭാഗം കൂടെ അടുത്ത ആഴ്ച പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പുതിയ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. സന്ദർഭോചിതമായി ഒരു കാര്യം ഉണർത്താനുണ്ട്. എല്ലാവരും എത്തട്ടെ എന്നതുകൊണ്ടാണ് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ചത്. നമുക്കറിയാം, കേന്ദ്ര
ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സ്റ്റേറ്റിലടക്കം 8-9 സംസ്ഥാനങ്ങളിൽ മുമ്പ് ബീഹാറിൽ നടത്തിയതുപോലെ ചില കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 8-9 സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് SIR? തീവ്ര സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇരട്ട വോട്ടുകൾ തടയാൻ, കള്ള വോട്ടുകൾ തടയാൻ, വ്യാജന്മാരെ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളാൻ, യഥാർത്ഥ വോട്ടർമാരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്, സംവിധാനമാണ് SIR എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ആ പറയുന്ന പ്രകാരം അതൊരു നല്ല കാര്യമാണ്. കള്ളന്മാര് പുറത്താകണം, ഒറിജിനൽ നിലനിൽക്കുകയും വേണം. പക്ഷേ ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിൽ ചതിയുണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ 65 ലക്ഷം വോട്ടർമാരാണ് പട്ടികയ്ക്ക് പുറത്തുപോയത്. 65 ലക്ഷം. പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളും ദലിത് വിഭാഗക്കാരുമാണെന്ന വാർത്തയാണ് നമ്മളൊക്കെ വായിച്ചത്. അതുകൊണ്ട് ചതിയുണ്ടോ എന്ന സന്ദേഹം തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നു. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടിച്ചു. മുമ്പൊരു ബോംബിട്ടിരുന്നു. ഇന്നലെ പൊട്ടിച്ച ബോംബ് എച്ച് ബോംബ് എന്ന ബോംബാണ്. അദ്ദേഹം എവിഡൻസ് സഹിതം കൃത്യമായ രേഖകളോടെ, തെളിവുകളോടെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് ചോരി, വോട്ട് കൊള്ള അദ്ദേഹം വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അവതരിപ്പിച്ചു. അപ്പോൾ എന്താണ് അതിന് മറുപടി? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കാർ ഒറ്റ ശബ്ദത്തിൽ പറയുന്നു, രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ്. അത് എളുപ്പമുണ്ട്, രാജ്യദ്രോഹി, അനന്യ രാജ്യദ്രോഹി. കേരളത്തിലെ മുൻ BJP പ്രസിഡന്റ് അടക്കം, കേരളത്തിലെ നേതാക്കന്മാരടക്കം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കാരൊക്കെ പറയുന്നത് അങ്ങോര് രാജ്യദ്രോഹിയാണ് എന്നാണ്. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ പൂഴിത്തവള എന്നല്ല മറുപടി കേൾക്കേണ്ടത്, മറുപടി കിട്ടണം. എന്നാ പോട്ടെ, ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി എന്താണ്? ഇതുവരെ എവിടെയിരുന്നു എന്നാ. ഇതുവരെ പരാതിയൊന്നും കൊടുക്കാതെ, ഇതുവരെ കോടതിയിലൊന്നും വരാതെ ഇതുവരെ എവിടെയിരുന്നു എന്നാ. ഈ ചോദ്യം ഏതുപോലെ അറിയോ? ഒരാളെ സാധനം ഒരു കള്ളൻ അടിച്ചുകൊണ്ടുപോയി. നഷ്ടപ്പെട്ടവൻ തവക്കൽത്തു അലല്ല, അള്ള തന്നത് കള്ളന്റെ കയ്യാൽ കൊണ്ടുപോയി പറഞ്ഞ അവിടെ സബൂറായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കള്ളനെയും തുണ്ടി മുതലും കിട്ടി. പിടിച്ചവനെ നല്ലൊരു ബൈക്ക് മോഷ്ടാവിനെ നടു റോട്ടിലിട്ട് അതിന്റെ ഉടമ പിടിച്ചത് നമ്മൾ കണ്ടല്ലോ, ടിവിയിലൂടെ കണ്ടല്ലോ. ഇതുപോലെ ഒരു കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കള്ളനെയും തൊണ്ടി മുതലും കിട്ടി, പിടിച്ചു. അപ്പൊ കള്ളൻ പറയാ, ഇതുവരെ എവിടെയായിരുന്നു? പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ എന്തായിരുന്നു? വിടാൻ പറ്റുമോ ഈ കള്ളനെ? ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യാണേ, എന്ത് ഇതുവരെ എവിടെയായിരുന്നു? അല്ലാതെ ചോദ്യത്തിന് ഉത്തരല്ല. അതുകൊണ്ട് തീർച്ചയായും ആശങ്കയുണ്ട്, സംശയങ്ങളുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ജാഗ്രത വേണം. കേരളത്തിന്റെ ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷണർ വളരെ വ്യക്തമായി പറഞ്ഞത് ഇത് സുതാര്യമായ ഒരു പ്രക്രിയയാണിത്, ആരും ഭയപ്പെടേണ്ടതില്ല. അർഹനായ ഒരാളും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2002 വോട്ടർ പട്ടികയിലുള്ള ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, BLOമാർ വീട്ടിൽ, അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വരുമ്പോ അവർ തരുന്ന ഫോറം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി, ഒപ്പിട്ട് കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ, പുതുതായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒക്കെ ചെയ്യേണ്ടത് എന്താണ്? അവർ തരുന്ന ഫോറം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പുറമെ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കുക. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സംഭവം. 12 രേഖ കൂടി മുഴുവനായിട്ട് ഹാജരാക്കണമെന്നല്ല, 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കുക. അതിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി അതില്ലാത്തവർക്കോ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മതി. ഇനി അത് രണ്ടുമില്ല, ആധാർ കാർഡ് ഒട്ടുമിക്ക ആളുകൾക്കുണ്ടല്ലോ. ആദ്യം പറ്റൂല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെങ്കിലും സുപ്രീം കോടതി ഇടപെട്ടതിനാൽ ആധാർ കാർഡ് അതിന് പരിഗണിക്കുന്നുണ്ട്. ആധാർ കാർഡ് കാണിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ
നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, SLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അംഗീകൃത യൂണിവേഴ്സിറ്റികൾ, ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അടക്കം 12 രേഖകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതിയാകും. പക്ഷേ ഇവിടെ ജാഗ്രത വേണം. അത് പൂരിപ്പിക്കുന്നിടത്ത് സ്പെല്ലിംഗ് തെറ്റിയാൽ അത് മതി നമ്മളെ പുറത്താക്കാൻ. അതുകൊണ്ട് നല്ല ജാഗ്രത ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് പ്രവാസികൾ എത്ര നാളുണ്ടായിരുന്ന അവരുടെ മൈൻഡ് എന്തായിരുന്നു അറിയോ? അതൊക്കെ നാട്ടിലുള്ളവർ എന്റെ കുടുംബക്കാരൊക്കെ വോട്ട് ചെയ്തോളും, വോട്ടൊന്നും ഇപ്പൊ ചെയ്യാൻ ഒഴിവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇനി അത് പറ്റൂല. പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിന്റെ ചുമതലയുള്ള മുഖ്യ ഇലക്ഷൻ ഓഫീസർ പറഞ്ഞ എന്താ വെച്ചാല് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കാനും SIR നടപടികൾ കൃത്യമാക്കാനുമുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് വിദേശത്തുള്ള എല്ലാ സഹോദരന്മാരെയും വിവരമറിയിക്കുകയും ഓൺലൈനിലൂടെ അതിന്റെ പ്രക്രിയകൾ കുറ്റമറ്റ വിധത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണം. കാരണം ഭാവിയിൽ ഇതൊരു പൗരത്വ രേഖ പോലുമാകാൻ സാധ്യതയുള്ളതിനാൽ ഒരാളും തന്നെ ഇതിൽ നിന്ന് പിറകോട്ട് വലിയരുത്. വളരെ സൂക്ഷ്മത വേണം. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ നമ്മുടെ ജമാഅത്ത് മിനി ഹാളിൽ ഇതിന്റെ ഫോറം ഫില്ലപ്പ് ചെയ്യാനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ തെറ്റുവരുന്നുള്ള ആശങ്കയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ആ ഫോറം ഫില്ലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയെന്ന് കൃത്യമായി പഠിച്ചു പോകുക. അതിന് നമ്മുടെ ജമാഅത്ത് വഴിയൊരുക്കിയിട്ടുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുന്നു. പ്രത്യേകിച്ച് ഇതില് നമ്മളെക്കാൾ ജാഗരൂകരായിരിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവർ കണ്ണിലെണ്ണ ഒഴിച്ചിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് കിട്ടുന്ന വോട്ട് കിട്ടുന്ന മേഖല ഞാൻ ക്ലിയറാക്കുക, അങ്ങനെയല്ല. എല്ലാ വീടും ഒരു മെമ്പർ, ഒരു കൗൺസിലർ ആണെങ്കിൽ, അല്ലെങ്കിൽ MLA ആണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയുള്ള ആളാണെങ്കിൽ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരതിന്റെ പിന്നാലെ പോകണം. അനാവശ്യ എററുകൾ പറഞ്ഞ് തള്ളുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്താൻ സാധാരണക്കാർക്ക് മുന്നിൽ നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്റെ വാർഡിലൊക്കെ ഇന്ന് വൈകുന്നേരം യോഗം നടക്കുന്നുണ്ട്. ഇതൊക്കെ ബോധവൽക്കരണത്തിന് വേണ്ടി. അത്ര ഒരു ജാഗ്രത ഇവിടെ കാണുന്നില്ല. മലബാറിലൊക്കെ വളരെ കുറ്റമറ്റ വിധത്തിലുള്ള സ്ക്വാഡ് വർക്കുകളും അതുപോലെ മുന്നറിയിപ്പുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടിക്കാർ ഒന്നുകൂടെ ഉണരേണ്ടതുണ്ട്. നമുക്ക് ജാഗ്രത മതി. ജാഗ്രത ഉണ്ടെങ്കിൽ ഏത് തോന്നിയാസവും കള്ളത്തരവും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. ഈ ആഴ്ചയിൽ വന്ന, അമേരിക്കയിൽ നിന്ന് വന്ന എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ട്, അതെന്താണ്? ന്യൂയോർക്കിന്റെ പട്ടണത്തിന്റെ നഗരപിതാവായി, ന്യൂയോർക്കിന്റെ മേയറായി ഒരു മുസൽമാൻ കടന്നു വന്നിരിക്കുന്നു. ട്രംപ് എന്ന വൃത്തികെട്ട ഭരണാധികാരിയുടെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു, ഇയാൾ അമേരിക്കയുടെ അധികാരത്തിന്റെ ഒരു ഭാഗം കയ്യിലെടുത്താൽ US തകരുമെന്ന് പറഞ്ഞു. വേണ്ട, ഇയാൾ ന്യൂയോർക്കിന്റെ മേയറായാൽ വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു ഫണ്ടും ആ പട്ടണത്തിന് നൽകില്ലെന്ന് ഭീഷണി മുഴക്കി. പക്ഷേ നല്ലവരായ ജൂതന്മാർ, നല്ലവരായ ക്രിസ്ത്യാനികൾ, നല്ലവരായ മനുഷ്യന്മാർ, അമേരിക്കക്കാർ, സഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനെ ന്യൂയോർക്കിന്റെ മേയറായി തെരഞ്ഞെടുത്തു. എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, പല്ലും നഖവും ഉപയോഗിച്ച് അയാളെ തകർക്കാൻ നോക്കി. പക്ഷേ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് ആ ചെറുപ്പക്കാരൻ, 40 വയസ്സിന് താഴെ പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ന്യൂയോർക്കിന്റെ ഭരണാധികാരിയാകുന്നത്. ഇത് പ്രാധാന്യമുണ്ട്. US പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ അധികാര പദവി എന്ന് പറയുന്നത് ന്യൂയോർക്ക് പട്ടണത്തിന്റെ മേയർ പദവിയാണത്രേ. പത്രങ്ങൾ അങ്ങനെ പറയുന്നത്. അമേരിക്കയുടെ 2ാമനായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് പ്രതീക്ഷയുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടെ മുസ്ലിം എന്ന് കേൾക്കുമ്പോഴേക്കും ബേജാറാ. മുസ്ലിം എവിടെയുണ്ടോ അവൻ ജിഹാദിയാണ്, അവൻ ടെററിസ്റ്റാണ്. ഈ വിധത്തിൽ ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് യുവത ഉണരണം. SIRന്റെ പശ്ചാത്തലത്തിൽ യുവാക്കളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വോട്ട്, നമ്മുടെ അയൽപക്കത്തെ വോട്ട്,
നമ്മുടെ ദൃഷ്ടിയിലുള്ള ആളുകളുടെ വോട്ട് ഒന്നുപോലും മിസ്സാകാതെ നിങ്ങളത് കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ അരപ്പട്ട കെട്ടി കച്ച കെട്ടി ഗോദയിൽ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ഉണർത്തുന്നു. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമായി കാണരുത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ ആയുസ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്നെല്ലാവരും തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക.